ാവുന്ന അമ്പിയാക്കന്മാരോട് ബന്ധപ്പെട്ട സംഭവങ്ങൾ സംഭവിച്ച ദിവസങ്ങളോ സമയങ്ങളോ ഒക്കെ അറിയുകയാണെങ്കിൽ ആ സ്ഥലത്ത് എനിക്ക് പ്രത്യേകത ഉണ്ട് എന്നല്ലേ. ആദാ ബൈത്തുലഹമിൻ, ഇത് ബത്തുലഹമാണ്, ഫിഹി ഉരിദ ഈസ, ഇവിടെയാണ് ഈസനെ പ്രസവിക്കപ്പെട്ടത്. അതുകൊണ്ട് സ്വല്ലിയാവുന്ന റക്കായത്തെ രീതി നമ്മൾ 2 റക്കായത്ത് നിസ്കരിക്കുന്നു. അപ്പോൾ അതാണ് ദീൻ്റെ ഷിയാറുകളെ ബഹുമാനിക്കുക. അപ്പോൾ റബീഉൽ അവ്വലിനെ നമ്മൾ ബഹുമാനിക്കണം, ആ ദിവസത്തിനെ 12-ന്. അതെന്താ ദാഖയുമുൻ ഉലിത്തു ഫിഹി എന്ന് പറഞ്ഞ വാക്കിൽ അതും പെടും. കാരണം ഏതോ ഒരു തിങ്കളാഴ്ചയാണ് നബി പ്രസവിക്കപ്പെട്ടത്. ഓരോ മാസത്തിലും മടങ്ങി വരുന്ന തിങ്കളാഴ്ചകൾക്കൊക്കെ പുണ്യമുണ്ട്. എന്താ കാരണം? ഏതോ ഒരു തിങ്കളാഴ്ച പ്രസവിക്കപ്പെട്ടു എന്ന നിലക്ക് ആ തിങ്കളാഴ്ചയിൽപ്പെട്ട ഒരു തിങ്കളാഴ്ചയാണ് മടങ്ങി വരേണ്ടത്. ആ ഐനിഹി ആ തിങ്കളാഴ്ച അല്ലെങ്കിൽ ഇത് തിങ്കളാഴ്ചയാണല്ലോ, അതിന് പുണ്യമുണ്ട് എന്നാണ് പഠിപ്പിക്കുന്നത്. എന്നതുപോലെ ഒരു മാസത്തിലുള്ള റബീഉൽ അവ്വൽ മാസത്തിലുള്ള ഒരു 12-ലാണ് പ്രബലമായ അഭിപ്രായ പ്രകാരം റസൂലുള്ളാഹി പ്രസവിക്കപ്പെട്ടത്. ആ 12-നെ ഇബാദത്തുകളെ കൊണ്ട് ധന്യമാക്കണം, അതിനെ ബഹുമാനിക്കണം എന്ന് പറഞ്ഞതിൻ്റെ അർത്ഥം അതാണ്. നമ്മൾ മൗലിദൊക്കെ ദിക്റല്ലേ. മൗലിദ് എന്നല്ലപ്പോൾ അലവിസൊക്കെ ഇവിടുന്ന് പറഞ്ഞല്ലോ, മാലയൊക്കെ ദിക്റാണ്. ഈ മാലെന്തിനെ നമ്മൾ പാടുന്നത്? ഈ മുഹ്യിദ്ദീൻ ശൈഖ് ആ ചരിത്രങ്ങൾ വിവരിക്കണ മാലകൾ, അത് അവരെ മദ്ഹാണത്. അമ്പിയാക്കന്മാരോട് ബന്ധപ്പെട്ട മൗലിദുകളെ പോലെ തന്നെ മാലകൾ ഗദ്യരൂപത്തിലാണെങ്കിലും പദ്യരൂപത്തിലാണെങ്കിലും അതൊക്കെ ദിക്റുകൾ തന്നെയാണ്. മൗലിദ് എന്ന് പറഞ്ഞാൽ നമ്മളിവിടെ കാണുന്നമായിരിക്കും ചെറിയ 4-5 പേജുള്ള മൗലിദുകളല്ല, 300 ചില്ലാനും പേജുകളുള്ള മൗലിദ് എൻ്റെ അടുത്തുണ്ട്. സലാലയിൽ നിന്ന് നമ്മളെ മശായിഖന്മാരിൽപ്പെട്ട ഒരു ബാബുദ് സാദാത്യങ്ങളിൽപ്പെട്ട ഒരാൾ സമ്മാനിച്ചതാണത്. അതുവരെ മൗലിദ് തുടങ്ങിയ 330 ചില്ലാനും പേജുകൾ കഴിഞ്ഞിട്ട് അത് അവസാനിക്കുന്നുള്ളൂ. അപ്പോൾ ഇത് നമ്മൾ കേരളത്തിൽ മാത്രം ചെയ്യുന്ന ഒരു സംഗതിയല്ല അത്. അപ്പോൾ അതൊക്കെ ദിക്റുകളായതുകൊണ്ടിട്ടാണ് എല്ലാ മൗലിദുകളും അത് ദിക്റുകളാണ്. അത് അമ്പിയാക്കന്മാരെ പേര്, അവരുടെ ചരിത്രങ്ങളാവട്ടെ, അള്ളാഹുവിൻ്റെ ഔലിയാക്കന്മാർക്കുള്ള അസ്മാകളാവട്ടെ, അവരുടെ ചരിത്രം. അപ്പോൾ എന്തായാലും മഹാനാവുന്ന ശൈഖ് മുഹ്യിദ്ദീൻ അബ്ദുൽ ഖാദിർ ജീലാനി തങ്ങൾ അവരുടെ ചരിത്രമൊക്കെ മൂപ്പരിവിടുന്ന് പറഞ്ഞല്ലോ. നമ്മൾ മനസ്സിലാക്കേണ്ടത് എന്താണെന്ന് ചോദിച്ചാൽ, മഹാന്മാരാവുന്ന അള്ളാഹുവിൻ്റെ ഔലിയാവ് അവരെ വിശുദ്ധമായ അവരിലുള്ള ഏറ്റവും വലിയ ക്വാളിറ്റി എന്ന് പറഞ്ഞാൽ ഇസ്തിഖാമത്താണ്. കറാമത്തുകൾ വെളിവായി ഉണ്ടാവും, അത് വേറൊരു സംഗതി. കറാമത്ത് കൊണ്ടിട്ടല്ല, അത്ഭുതങ്ങളെ കൊണ്ടല്ല നമ്മൾ അവരെ വിലയിരുത്തേണ്ടത്. അത്ഭുതങ്ങളിപ്പോൾ ശൈത്താനെ സേവിച്ച ചിലരും അത്ഭുതമാണ്, പക്ഷെ അതിൻ്റെ പേര് കറാമത്ത് എന്നല്ല. പണ്ട് കല്ലായി പാനം വിഴുങ്ങിയെന്ന് പറഞ്ഞു. ഓൻ ജനങ്ങളോ ആ കണ്ട ആളുകൾക്കൊക്കെ വിഴുങ്ങണത് മാല തോന്നിപ്പിച്ചു. അതിൻ്റെ ഒരു തലവൻ കടിച്ചിട്ടുള്ളൂ. ആ തെങ്ങിൻ്റെ മുകളിലൊരു തീയുണ്ടായിരുന്നു, അവനെ ഇവൻ കണ്ടിട്ടില്ല. ഈ പിന്നെ ജാലകവിദ്യ കാട്ടണവൻ അവനെ കണ്ടിട്ടില്ലായിരുന്നു. അപ്പോൾ അവൻ്റെ കണ്ണ് കെട്ടിയിട്ടില്ല. അപ്പോൾ അവൻ മോളിൽ നിന്ന് വിളിച്ചു പറഞ്ഞു, ഇത് വിഴുങ്ങിയിട്ടില്ല, അവർ തല കടിച്ചിട്ടുള്ളൂ. അപ്പം ഇവൻ പറഞ്ഞു, അതിൻ്റെ മുകളിൽ ഇരുന്ന് എനിക്ക് ഞാൻ കാണിച്ചു തരാൻ. ആ തെങ്ങിൻ്റെ ഒപ്പം വെള്ളം നിർത്തി കാണിച്ചു കൊടുത്തതാണ്. ഇവനും തോന്നി ഇനി തളപ്പൊന്നും വേണ്ട, തളപ്പൊക്കെ വലിച്ചെറിഞ്ഞ് വെള്ളത്തേക്ക് ഒരു ചാട്ടണം. ഏതായാലും പണി നിർത്തി കുളിക്കാനായിക്കണ്. ചാടിയത് ഭൂമിക്കാണ്, വെള്ളം ചേരുന്നു. അവന് തോന്നി വെള്ളമാണ്. അപ്പോൾ അത്ഭുതങ്ങൾ കാണിക്കൽ മാത്രമല്ല, അത്ഭുതങ്ങൾ മഹാന്മാരാവുന്ന അള്ളാഹുവിൻ്റെ അമ്പിയാവ്, അള്ളാഹുവിൻ്റെ ഔലിയാവൊക്കെ അവരത് ഇഖ്തിയാറോട് കൂടി തന്നെ അവർക്ക് ചെയ്യാൻ കഴിയുന്നതായ ഒരു സംഗതിയാണ്. പക്ഷേ അവർ ഇസ്തിഖാമത്ത് എന്ന ഈ മഹത്താവുന്ന ഒരു സംഗതി, അതായത് ശൈത്താനിയാവുന്ന സ്വഭാവങ്ങളേക്കാൾ മലക്കൂത്തിയാവുന്ന സ്വഭാവത്തിനക്ക് കൊലബത്തുണ്ടായിത്തീരും. അതാണ് ഇസ്തിഖാമത്ത്. അത് മഹാന്മാരാവുന്ന അമ്പിയാക്കന്മാരെ സംബന്ധിച്ചിടത്തോളം അവരിൽ ശൈത്താനിയായ ഒരു സ്വഭാവങ്ങളുണ്ടാവില്ല. അവർക്ക് പൂർണ്ണമായിട്ട് മലക്കൂത്തിയാവുന്ന സ്വഭാവങ്ങൾ മാത്രമേ ഉണ്ടാവാൻ പാടുള്ളൂ. അള്ളാഹുവിൻ്റെ ഔലിയാക്കന്മാർക്ക് അവരിൽ നിന്ന് ചില സല്ലാത്തുകൾ ഉണ്ടാവണം എന്നല്ല പറഞ്ഞതിൻ്റെ അർത്ഥം. ഉണ്ടായാൽ തന്നെ അവർ ഉണ്ടാവുന്നതിൻ്റെ മുമ്പോ അല്ലെങ്കിൽ ഉണ്ടായ ഉടനെ തന്നെ അതിൻ്റെ മേൽ അവർക്ക് എന്താവും തംബീഹ് ചെയ്യപ്പെടുകയും ചെയ്യും. അപ്പോൾ ഇത് ഉള്ള ആളുകളാണ് മഹാന്മാരാവുന്ന അള്ളാഹുവിൻ്റെ ഔലിയാക്കന്മാർ. അവർ വളരെയധികം അവർ ഇസ്തിഖാമത്തിൻ്റെ മേൽ നിന്ന് പോകുന്ന ആൾ. ഇസ്തിഖാമത്ത് ദറജത്തുല്ല യുതീഖഹ ഇല്ലൽ അകാബിറുന. അത് സാധാരണക്കാർക്ക് ഉണ്ടാക്കാൻ കഴിയൂല. നമുക്കൊന്നും ഇസ്തിഖാമത്തിന് ഉണ്ടാക്കാൻ കഴിയൂല. ശറഈയാവുന്ന സർവ്വ ആദാബുകളെയും സൂക്ഷിക്കാം. ഓരോ അവയവങ്ങളും ശരീഅത്തിൻ്റെ അതേ റൂട്ട് സഞ്ചരിപ്പിക്കാം. അത് മഹാന്മാരാവുന്ന അള്ളാഹുവിൻ്റെ ഔലിയാക്കന്മാരുടെ കൂട്ടത്തിൽ 2 ജാതി ആളുകളുണ്ട് എന്നാണ്. ഖൗമുൻ ബഹാരിയിൽ എന്ന് പറയുന്ന തക്രീഫിൻ്റെ ലോകത്തിൽ അല്ലാത്തൊരു കൂട്ടരുണ്ട്. അവരെ പറ്റിയല്ല ഞാൻ പറയണത്. തക്രീഫിൻ്റെ ലോകത്തിലുള്ള ആളുകളാവുമ്പോൾ അവർ ഇസ്തിഖാമത്തിന് മേൽ നിന്ന് പോകുന്നവരായിരിക്കും.
അവരുടെ സർവ്വ അവയവങ്ങളും വിശുദ്ധമായിരിക്കും എന്ന് മാത്രമല്ല, അവയവം ഒരു കറാഹത്തോ ഒരു ഖിലാഫുല്ലൗലേ ഇനി ഹറാമാവുന്ന ഏതെങ്കിലും ഒരു സംഗതി ചെയ്യാൻ വേണ്ടി അവർ മെനക്കെട്ടാൽ ആ അവയവം അതിന് വഴിപ്പെടൂല. ഈ നിലക്കൊരു മനുഷ്യനക്ക് ഉണ്ടായി തീർന്നാൽ അതാണ് ഈമാനിനെ പ്രകാശിപ്പിച്ചെടുക്കുക എന്ന് പറഞ്ഞാൽ. അപ്പോൾ ഈമാനിനെ പ്രകാശിപ്പിച്ചെടുത്താൽ അവൻ്റെ ഹൃദയത്തിൽ പ്രത്യേകമാവുന്നൊരു പ്രകാശം ഉണ്ടാവും. ആ പ്രകാശം ഉപയോഗിച്ചു കൊണ്ടിട്ട് അവനക്ക് ജമീഉൽ മഅലൂമാത്ത് എല്ലാ അറിവുകളെയും അവനക്ക് മനസ്സിലാക്കാൻ കഴിയും. എല്ലാ അറിവും മനസ്സിലാക്കാൻ കഴിയും. അള്ളാഹ് അറിയണോ അറിയാമെന്നല്ല അവിടെ വിഷയം കേൾക്കുന്നത്. മറഞ്ഞ കാര്യങ്ങൾ അള്ളാഹ് അറിയാം. അള്ളാഹ് അറിയണ പോലെയല്ല ഇവരറിയണത്. അറിയിച്ചു കൊടുത്തിട്ട് അറിയാവുന്നത്, അത് നമ്മളൊക്കെ അറിയിച്ചു തന്നിട്ട് തന്നെ അറിയണത്. അള്ളാഹു സുബ്ഹാനഹു വ തആല അവരെ കൈവശം ഈമാനെ പ്രകാശിപ്പിച്ചെടുത്ത് ഈമാനാവുന്ന ആ ടെക്നോളജിയെ വളർത്തിയെടുക്കുക. ആ വളർത്തിയെടുത്തു കഴിഞ്ഞാൽ അവർക്ക് ഈ കണ്ണ് കൊണ്ടിട്ട് ഈ കാണുന്ന മറകളൊന്നും അവർക്ക് മറയാവില്ല. അതിൻ്റെ അപ്പുറത്തുള്ളത് കാണാൻ കഴിയും. അവർക്ക് സംസാരിക്കാൻ കഴിയും. ലോകത്ത് എത്ര ദൂരത്ത് രണ്ട് നിലക്കല്ല അതിന് പിന്നെ മക്കൾ ഈ ടെക്നോളജി ഉപയോഗപ്പെടുത്തിയത്. ഇന്ന് ശാസ്ത്രജ്ഞന്മാർ മാത്രം ഉപയോഗപ്പെടുത്തുന്നതാണോ? ഒരിക്കലില്ല. മഹാന്മാരാവുന്ന അമ്പിയാക്കന്മാർ ഇന്ന് കാണുന്ന ശാസ്ത്രീയ സാങ്കേതികമാവുന്ന സർവ്വവിദ്യയിൽ കൂടി നമ്മുടെ ശാസ്ത്രജ്ഞന്മാർ പിന്നെ വികസിപ്പിച്ചെടുത്ത എല്ലാ കാര്യങ്ങളും അവർ വികസിപ്പിച്ചെടുത്തില്ലേ. പക്ഷേ അത് ശാസ്ത്ര സാങ്കേതിക ഭൗതിക ഉപകരണങ്ങൾ ഉപയോഗിച്ചിട്ടല്ല. ഇപ്പോൾ ശാസ്ത്രജ്ഞന്മാർ കാലാവസ്ഥനെ പറ്റി പ്രവചിക്കണം. പ്രവചിച്ചാൽ അത് ശരിയാവാം, തെറ്റുമാവാം. അതെങ്ങനെയാണ്? അവരെ കൈവശം ഒരു അതിൻ്റേതായ ഒരു മാധ്യമമുണ്ട്. ആ മാധ്യമം അവർ വികസിപ്പിച്ചെടുക്കുക. അത് ഭൗതികമായ മാധ്യമങ്ങളാണ്. നേരെ മറിച്ച് അള്ളാഹുവിൻ്റെ അമ്പിയാവിൻ്റെയും ഔലിയാവിൻ്റെയും കയ്യിലൊരു മാധ്യമമുണ്ട്. ആ മാധ്യമം എന്താണെന്ന് ചോദിച്ചാൽ അത് ഇലാഹിയായ മാധ്യമമാണ്. റസൂൽ പറഞ്ഞില്ലേ, തബൂക്ക് യുദ്ധത്തിൻ്റെ തൊഹുബുല്ലയില തരീഹു ഷദീദത്തുന്ന്, ശക്തമായ കാറ്റടിച്ച് വീശുമെന്ന് പറഞ്ഞു. ഫലായ കുമന്നാഹദ്, ഒരാളും പുറത്തു പോയത്. വലായ ഖുർജന്നാഹദ് വലിയ കുല്ലും ബഈറഹു, ഓരോരുത്തരും ഒട്ടകത്തിന് നല്ലോണം കെട്ടിയിട്ടോട്ടെ എന്ന് പറഞ്ഞു. ഒരാൾക്ക് തോന്നി എന്തും പുറത്തു പോയാലെന്ന്. അയാൾ പുറത്തു പോയി നോക്കി. ഫഹബത്ത് റീഹു അല ജബലി തൊയ്യീ പർവ്വത്തുമ്പോൾ കൊണ്ടുപോയിട്ടു എന്നാണ് കാറ്റ്. അയാളെ നബി പറഞ്ഞ അതേ ഡിഗ്രിയിൽ കാറ്റടിച്ചു എന്ന് അതാ പറഞ്ഞത്. കാറ്റടിക്കാനും സാധ്യതയുണ്ട്, അടിക്കാതിരിക്കാനും സാധ്യതയുണ്ട് എന്നല്ല റസൂൽ പറഞ്ഞത്. കാരണം ഇലാഹിയായ നിലക്ക് ആ കാറ്റിനെ സംബന്ധിച്ച് രേഖപ്പെടുത്തപ്പെട്ട രേഖ ഉണ്ട് ലൗഹിൽ മഹ്ഫൂദിലിടോ. ആ രേഖയിലേക്ക് നോക്കിയിട്ടാണ് അവർ പറയുന്നത്. മനുഷ്യർ പറഞ്ഞ പോലെ കുപ്പിയകത്തുള്ള വസ്തുവിനെ പോലെ കാണുമ്പോൾ നിങ്ങളെ എന്താ വൈകി തെറ്റ്? അവരെ കൈവശം ഇസ്തിഖാമത്താവുന്ന വിശുദ്ധമാവുന്നതായ ആ പദവി ഉപയോഗിച്ചുകൊണ്ട് ബഹുമാനപ്പെട്ട ശൈഖ് തങ്ങൾ വികസിപ്പിച്ചെടുത്തതായ ഒരു മാധ്യമം അദ്ദേഹത്തിൻ്റെ കൈവശത്തിലുണ്ട്. ആ മാധ്യമം ഉപയോഗിച്ചാണ് പറയണത് ഹൃദയത്തിനുള്ളത് കാണാൻ കഴിയും. നിങ്ങൾ എവിടെയാണെങ്കിലും നിങ്ങളുടെ ഹൃദയത്തിൻ്റെ ഉള്ളിലുള്ളത് എനിക്ക് കാണാൻ കഴിയുമെന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം എന്താ? അത് കാണാൻ ആവശ്യമാവുന്ന അതിന് ഉപയോഗിക്കേണ്ടതായ ഒരു മാധ്യമം എൻ്റെ കൈവശമുണ്ട്. ആ മാധ്യമം ഞാൻ ഉപയോഗിച്ചാൽ എനിക്ക് കാണാൻ കഴിയുന്നതാണ്. എപ്പോഴും ഇങ്ങനെ നമ്മളെ ഹൃദയത്തിലേക്ക് വെളുക്കടിച്ച് നോക്കല്ല പണി. അത് അവ കണ്ടില്ല. അവരെ കണ്ടതെപ്പോഴും ലൗഹിലെന്തോ അവരെന്ന് പറഞ്ഞു. കാരണം മുരീദന്മാരുടെ ശരീരത്തിൽ അള്ളാഹു സുബ്ഹാനഹു വ തആല രേഖപ്പെടുത്തിയ ഒരു ലൗഹ ഉണ്ടാവും. നമ്മളൊക്കെ ശരീരത്തിലൊരു ലൗഹുണ്ട്. ആ ലൗഹയിലേക്കാണ് അവർ നോക്കുന്നത് സർവ്വസമയത്തും. ആ ലൗഹി യഥാർത്ഥത്തിൽ ലൗഹുൽ മഹ്ഫൂദിലുള്ള എന്നുള്ള ഒരു സ്കെച്ച്, അതിൻ്റെ ഒരു പകർപ്പായിരിക്കും. ഓരോരുത്തരെ പറ്റിയുള്ള വേറൊരു ലൗഹുൽ മഹ്ഫൂദിലുണ്ടാവുമല്ലോ, അതിൻ്റെ ഒരു പകർപ്പ് ഒരാളെ ശരീരത്തിലുണ്ടാവും. ആ ശരീരത്തിൽ നോക്കിയിട്ട് മഹാന്മാർക്ക് പറയാൻ കഴിയും അതായി എനിക്കിന്ന സമയത്തിൻ്റെ സംഭവിക്കുന്നു. ഒരു അവരെ പണിയെന്നല്ല പറയണത്. പറയേണ്ടി വന്നാൽ അതിന് ഉപയോഗിക്കേണ്ടതായ മാധ്യമം അവരുടെ കൈവശമുണ്ട്. അതാണ് ആദം നബി അലൈഹി സ്വലാത്തു വസ്സലാമിനിക്ക് സർവ്വ ടെക്നോളജി അത് പഠിപ്പിച്ചു കൊടുത്തു. വല്ല മാതമല്ല അസ്ബാക്കില്ല. പക്ഷേ ആദം നബിൻ്റെ മക്കൾ രണ്ടുകൾക്കാണ് അതിനെ ഉപയോഗിച്ചത്. അമ്പിയാവ് ഔലിയാവും ഒക്കെ എങ്ങനെയായി? അതിൽ ഇലാഹിയായ മാധ്യമങ്ങളെ കൊണ്ടിട്ട് ഇപ്പോൾ ബിൽഖീസ് രാജിൻ്റെ കട്ടിൽ അത് നിമിഷങ്ങളെ കൊണ്ട് അവിടെ എത്തിച്ചില്ലേ? അത് ടെക്നോളജി അല്ലേ? ഇന്ന് പുതിയ പല ടെക്നോളജി ഉപയോഗിച്ചുകൊണ്ട് പല സാധനവും നിഷ്പ്രയാസം നമുക്ക് നിമിഷങ്ങളെ കൊണ്ട് എത്തിക്കാൻ കഴിയണം. അന്ന് സുലൈമാൻ നബി ആ ടെക്നോളജി ഉപയോഗിച്ചു, അല്ലെങ്കിൽ സുലൈമാൻ നബിൻ്റെ കൂടെയുള്ളവർ ആ ടെക്നോളജി ഉപയോഗിച്ചു. അത് എങ്ങനത്തെ ടെക്നോളജിയാണ്? അത് ഇലാഹിയായ ഒരു ടെക്നോളജിയാണത്. ഈമാൻ പ്രകാശിപ്പിച്ചെടുത്താൽ ആ ഈമാൻ ഉണ്ടാവുമ്പോൾ ഉണ്ടായിത്തീരുന്നത്. ഈ കണ്ണെനിക്ക് എന്താവില്ല എന്നറിയോ? ഈ കണ്ണ് അസാധാരണ കണ്ണായി മാറും. അപ്പോൾ ഈ കണ്ണുകൊണ്ടോടോ ഹറാമ് നോക്കാൻ പാടില്ല, കറാഹത്തും നോക്കാൻ പാടില്ല, ഖിലാഫുല്ല നോക്കൽ ഖിലാഫുല്ല നോക്കാൻ പാടില്ല. അതാണ് മഹാനാവുന്ന ശൈഖ് തങ്ങൾക്കൊക്കെ ഉള്ള കണ്ണ്.
അപ്പോൾ ആ കണ്ണ് ഉപയോഗിച്ചാൽ ആ കണ്ണുകൊണ്ട് ഇപ്പോൾ ഉമർ ബിൻ ഖത്താബ് തങ്ങൾ മൂപ്പര് ഖുതുബ പോകുന്ന സമയത്ത് മൈൽ കണക്കിന് അപ്പുറത്തുള്ള 1000 മൈലുകൾക്ക് അപ്പുറത്തുള്ള മൂപ്പര് സൈന്യാധിപനെ വിളിച്ചുതാണ്. അത് ഇന്നത്തെ പോലെ ടെലികമ്മ്യൂണിക്കേഷൻ വളർന്നിക്കണം, ഇന്നത്തെ പോലെ വയറുള്ളതും ഇല്ലാത്തുള്ള ഫോണുണ്ടോ ഒന്നുമില്ല. പക്ഷേ മൂപ്പര് വിളിച്ചപ്പോൾ അയാൾ കേട്ടു, സാരി അത് കേട്ടു, മൂപ്പര് നിർദ്ദേശം അനുസരിച്ച് പ്രവർത്തിച്ചു, യുദ്ധത്തിൽ വിജയിച്ചു. പല യുദ്ധങ്ങൾ നടക്കുമ്പോൾ അന്ന് ടെലിവിഷനൊന്നും ഇല്ലല്ലോ, റസൂലുള്ള പറഞ്ഞു കൊടുക്കല്ലേ ആ യുദ്ധത്തിൽ ഇവൻ മരിച്ചു, അവൻ മരിച്ചു, ഇവൻ മരിച്ചു, ഇവനാണ് ഇപ്പോൾ നേതൃത്വം നൽകുന്നത്. നേരെ യുദ്ധത്തിൻ്റെ ലൈവ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ സഹാബത്തിന് പറയല്ലേ. അതെങ്ങനെ പറഞ്ഞു? അള്ളാഹ് അറിയിച്ചു കൊടുത്തിട്ട് തന്നെ, ഒക്കെ അറിയിച്ചു കൊടുത്തിട്ട് തന്നെ. പക്ഷെ അറിയിച്ചു കൊടുക്കാതെ ഒന്നും പറയാൻ കഴിയില്ല ആർക്കും. നമുക്കിപ്പോൾ ഇത് വയ്ക്കണമെന്ന് എനിക്ക് പറയുന്നുണ്ടെങ്കിൽ അള്ളാഹ് അറിയിച്ചു തരണം, അല്ല പറയാൻ കഴിയും. പക്ഷേ അത് മനസ്സിലാക്കാനുള്ള ഇലാഹിയാവുന്ന അതിൻ്റെ ചില വസായിത്തുകളുള്ള ഇതിൻ്റെ മാധ്യമങ്ങൾ അവരെ കൈവശമുണ്ട്. അത് അള്ളാഹുവിൻ്റെ അമ്പിയാക്കന്മാർ ഉപയോഗിച്ചു, അള്ളാഹുവിൻ്റെ ഔലിയാക്കന്മാർ ഉപയോഗിച്ചു. അത് ഇലാഹിയായ മാധ്യമങ്ങളാണ് അവരുപയോഗിച്ചത്. അപ്പോൾ അവർക്ക് പറയാം, നമ്മൾ പറഞ്ഞമായിരിക്കും. നമ്മളിപ്പോൾ പറഞ്ഞില്ലേ എടുത്തോട് ഇതിൻ്റെ വിളിച്ചോ എവിടുന്ന് വിളിച്ചാലും കിട്ടുമെന്ന് പറഞ്ഞാൽ എൻ്റെ അടുത്ത് എന്നോട് സംസാരിക്കാനുള്ള അതിൻ്റെ യന്ത്രം ഉണ്ടെന്നല്ലേ. പക്ഷേ എവിടുന്ന് വിളിച്ചാലും കിട്ടുമോ? കിട്ടൂല. ഇതിന് റേഞ്ച് വേണം, സിമ്മ് കയറ്റണം, അതിൽ പൈസ കയറ്റണം, എന്നാലേ കിട്ടുള്ളൂ. ഇതന്നെ അവരും പറഞ്ഞത്. ഇതിനെ മനസ്സിലാക്കാനുള്ള ഇത് നിങ്ങളെ ഭൗതികമാവുന്ന മാധ്യമങ്ങളെപ്പോലത്തെ ശാസ്ത്ര സാങ്കേതികമായി വികസിപ്പിച്ചെടുത്ത പ്ലെയിനിൽ കൂടി നമ്മൾ ദിവസങ്ങളോളം യാത്ര ചെയ്യുന്ന സ്ഥലത്തേക്ക് 2-3 മണിക്കൂർ കൊണ്ട് എത്താൻ കഴിയണം. ഇത് മഹാന്മാർ മുമ്പ് പോയില്ലേ ഇതേപോലെ? അവർ മുമ്പ് നടന്നില്ലേ? അവർ ആകാശത്ത് കൂടി പറന്നവരില്ലേ? എങ്ങനെ പറന്നു? ഇതേമാതിരിക്കുള്ള വാഹനം ഉപയോഗിച്ചിട്ടല്ല. പക്ഷെ ഒരു വാഹനം അവരും ഉപയോഗിച്ചിട്ടുണ്ട്. അതാണ് ഇലാഹിയാവുന്ന ഒരു വാഹനം. ഇലാഹിയായ നിലയ്ക്ക് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മിഅ്റാജിൻ്റെ രാത്രി, ഈ രാത്രി നമ്മൾ എന്തുകൊണ്ടാണ് ബഹുമാനിക്കുന്നത്? റസൂലുള്ളാഹിനോട് ബന്ധപ്പെട്ട ഏറ്റവും വലിയൊരു സംഭവം ഉണ്ടായ ദിവസമാണ്. കാരണം അള്ളാഹുവിൻ്റെ ഭരണ വ്യവസ്ഥിതി എങ്ങനെയെന്നുള്ളത് അള്ളാഹ് കാണിച്ചു കൊടുക്കാൻ വേണ്ടി റസൂലുള്ളാഹിനെ കൊണ്ടായിരുന്നു. വാന അസ്മാഉ സരീഫൽ അഖ്ലാം എന്ന് റസൂൽ പറഞ്ഞില്ലേ? ആ ഭരണം നടക്കുമ്പോൾ അതിന് രേഖപ്പെടുത്തപ്പെടുന്ന ആ കലമുകൾക്കുള്ള ശബ്ദം പോലും ഞാൻ കേട്ടു. അന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അള്ളാഹുവിൻ്റെ തിരുവാഹൃതത്തിലേക്ക് എത്തിയത് നിമിഷങ്ങളെ കൊണ്ടല്ലേ. അത് ഇതേപോലുള്ള ബഹിരാകാശ വാഹനങ്ങളൊന്നും അന്നില്ലല്ലോ. അതെങ്ങനെ എത്തി? അത് ഇലാഹിയായ ഒരു മാധ്യമം റസൂൽ ഉപയോഗിച്ചു. ബൈത്തുൽ മഖ്ദിസിലേക്ക് മക്കത്തെത്തി. എങ്ങനെ എത്തി? അതിന് പ്രത്യേകമാവുന്നൊരു വാഹനം ഉപയോഗിച്ചു. അതൊക്കെ ഇലാഹിയായ മാധ്യമങ്ങളാണ് ഉപയോഗിച്ചത്. അപ്പോൾ ഇതൊരു വലിയൊരു അത്ഭുതമൊന്നുമില്ല. പൈസയൊക്കെ കുപ്പിയകത്തുള്ള വസ്തുവിനെ പോലെ കാണുവാൻ ജനങ്ങളൊക്കെ അൽഭാഗം എന്ന് പറയുമ്പോൾ ആകെ കരുതി ചാടി കളിച്ചാണ് മുജാഹിദീകളും ജമാഅത്തേരൊക്കെ. കാരണം ലായാലും ഒയ്ബൈദുള്ള നമ്മളും തന്നെ പറഞ്ഞിട്ട് ഒയ്ബിന് അല്ലാതെ വേറെ അറിയില്ല. പക്ഷെ അള്ളാഹ് അറിയണത് പോലെയല്ല മറ്റുള്ളവർ അറിയണത്. അള്ളാഹ്ക്ക് ഏതെങ്കിലും നിലക്കുള്ള അസ്ബാബുകളിലേക്കോ വസായിത്തുകളിലേക്കോ അതിനെ എത്തിയാലില്ല. നമ്മളറിയണത് അങ്ങനെയല്ല. അസ്ബാബ് വസായിത്തുകളൊക്കെ അതിൻ്റെ വാസിത്തയോട് കൂടിയാണ് നമ്മളെന്നല്ല മഹാന്മാരൊക്കെ അറിയണത്. നമ്മളും ചിലത് അറിയുന്നുണ്ട്. പക്ഷേ നമ്മൾ ഭൗതികമാവുന്ന മാധ്യമങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് അറിയണം. നമ്മളെ ഈമാനിക്ക് അത്രമാത്രം ശക്തിയില്ല. അപ്പോൾ ഈമാനിക്ക് ശക്തിപ്പെടുത്തി എല്ലാ സൽഗുണങ്ങളും ഈമാനിൽ നിന്ന് ഉണ്ടായിത്തീരേണ്ട ഒരവസ്ഥയിലേക്ക്. അതുകൊണ്ട് മോഹിതങ്ങൾ പറഞ്ഞില്ലേ, ഒരീതി തപസ്സക്ക് വി വക്കുൻവിയ വാസിക്ക വഹമീക ഫി ദുനിയ വയൗമൽ ഖിയാമത്ത്. ഞാൻ നിങ്ങളെ ശ്രദ്ധിക്കുമെന്നാണ് പറഞ്ഞത്. അതല്ലേ ഹദീസിലൊക്കെ ഇല്ലേ, 70,000 ആളുകൾ സുഖത്തിൽ കിടക്കാൻ വരും, ആദ്യം വന്നവർ കടക്കൂല ഹത്താ യദ്ഖുല ആഖിറുഹും എന്നാണ്. അവിടെ മഹാനാവുന്ന നബിമാവ് തങ്ങൾ പറഞ്ഞു സ്വർഗത്തിൻ്റെ വാതിൽ ഏറ്റവും വലുതായി നിൽക്കും എന്നത് എനിക്ക് ധാരാളത്തിൻ്റെ ഈ ഹദീസിൽ നിന്ന്. മഹാനാവുന്ന ശൈഖുനാ ശംസുല്ലമായ ഖദ്ദസല്ലാഹു സിറഹുൽ അസീസ് ഈ ഹദീസ് പറഞ്ഞുകൊണ്ട് മഹാനാവുന്ന ഇമാം നബി തങ്ങൾക്കുള്ള പേര് പിടിച്ച് മുത്തി മൂപ്പര് പറഞ്ഞ സ്ഥലത്ത് മുത്തിയിട്ട് പറയല് നബിമാവ് തങ്ങളെ ഇനിയും കുറേ പറയണങ്ങളെന്ന് പറയും. എന്നിട്ട് മൂപ്പര് പറയും ഇത് തരീഖത്തിൻ്റെ മശായിഖന്മാരെ പറ്റിയാണ്. അപ്പോൾ മഹാന്മാരെ സംബന്ധിച്ചിടത്തോളം അതാ മൂപ്പര് പറഞ്ഞു, എൻ്റെ മുരീദാരും നരകത്തില്ല, നരകത്തെ കാക്കും മലക്ക് ചൊന്നോ പറഞ്ഞു. അത് നരകത്തിൻ്റെ ലിസ്റ്റോ അത് പ്രസിദ്ധീകരിക്കപ്പെട്ടതാണ്, അറിയോ? ആ ലിസ്റ്റ് നോക്കി മനസ്സിലാക്കാൻ മഹാന്മാർക്ക് കഴിയും. അതിൻ്റെതായ പ്രത്യേകമാവുന്ന ഒരു മാധ്യമം അവരെ കൈവശമുണ്ട്. അതുകൊണ്ടാണ് മുരീദി തമസ്സക്ക് ബി. അപ്പോൾ അവരൊക്കെ സ്വർഗത്തിൻ്റെ വാതിൽക്കൽ വന്ന് നിൽക്കുന്ന ഈ ഹദീസ് പറഞ്ഞുകൊണ്ട് മഹാനെന്ന ശിവന പറയും ശംസുല്ലമായി ഖദ്ദസല്ലാഹു. എന്നിട്ട് പറയുന്ന ആ മുരീദന്മാരിൽ നിന്നുള്ള അവസാനത്തെ മുരീദ് വരെ കടന്നിട്ടില്ലാതെ അവർ സ്വർഗത്ത് കിടക്കും. അതാണ് മൊയ്തീൻ ശൈഖ് തങ്ങൾ പറഞ്ഞത്, മുരീദി തമസ്സക്ക് ബി വക്കുൻവിയ വാസിക വഹമീക ഫി ദുനിയ വയൗമൽ ഖിയാമത്ത്.
ഇതൊക്കെ എന്ന് പറഞ്ഞാൽ വെറുതെ എന്തെങ്കിലും വാചകം അടിക്കല്ല ചെയ്യണത്. ഇതൊക്കെ ശരിക്ക് അനുഭവപ്പെടുമ്പോൾ, ഈമാൻ വികസിപ്പിച്ചെടുക്കുമ്പോൾ ആ ഈമാൻ നിന്നുണ്ടായി തീരുന്നതായ അതിൻ്റേതായ ആസാറുകളാണ് അതൊക്കെ. അപ്പോൾ അവർ ഇങ്ങനത്തേതായ സംഗതികൾ കേൾക്കുന്നതിനെ പറ്റി അലി റളിയല്ലാഹു അൻഹു കൂഫയിൽ കൂടി നടന്നു പോകുമ്പോൾ അവിടെ മൂപ്പര് പറഞ്ഞില്ലേ, ഒരു ഭൂമി കണ്ടാൽ ആ ഭൂമിയിൽ സംഭവിക്കുന്നതിനെ സംബന്ധിച്ച് അവർക്ക് പറയാൻ കഴിയും. അവരിങ്ങനെ പറഞ്ഞു നടക്കുക എന്നല്ല ഇതിൻ്റെ അർത്ഥം, പറയേണ്ടി വന്നാൽ പറയും. ഈ ഭൂമിയിൽ എന്ത് കൃഷി ചെയ്യാൻ പറ്റും, അതിനെപ്പറ്റി അറിയുന്ന ശാസ്ത്രജ്ഞന്മാരത് പറഞ്ഞു. ഇവിടെ തെങ്ങിന് പറ്റുന്ന മണ്ണാണ്, ഇവിടെ മറ്റേ കവുങ്ങിന് പറ്റുന്നതാണ്, ഇവിടെ നെല്ലിന് പറ്റും, അല്ലെങ്കിൽ ഇവിടെ റബ്ബറിന് പറ്റും എന്നതുപോലെ ഒരു ഭൂമി കണ്ടാൽ ആ ഭൂമിയിൽ കഴിഞ്ഞു പോയ സംഭവങ്ങളെ സംബന്ധിച്ച് പറയാൻ അള്ളാഹുവിൻ്റെ ഔലിയാക്കന്മാർക്ക് കഴിയും, അള്ളാഹുവിൻ്റെ അമ്പിയാവിന് കഴിയും. അള്ളാഹുവിൻ്റെ മഹാന്മാർ വരാൻ പോണ കാര്യത്തിനെ പറ്റിയും പറയാം. അതല്ലേ അലി റളിയല്ലാഹു അൻഹു പറഞ്ഞു, യുക്ത ശുബാനും മിൻ ആലി മുഹമ്മദ് എന്ന റസൂലുള്ളാഹിൻ്റെ കുടുംബത്തിൽപ്പെട്ട പലരും ഇവിടുന്ന് കൊല ചെയ്യപ്പെടും. ഓഹുനാക്ക മഖ്തലുഹും, അവരെ കൊല ചെയ്യേണ്ട സ്ഥലം അവിടെ ഇടയിക്കാരം. ഓഹുനാക്ക മദാജിഹു, അവരെ ഖബറുകൾ ഇവിടെ ഇടയിക്കാരെന്നൊക്കെ പറഞ്ഞു. അവിടെ തന്നെ പിന്നെ കൊല ചെയ്യപ്പെട്ടത്, അവിടെയല്ല ഖബറുണ്ടായത്. എത്രയും കാലങ്ങൾ അലി റളിയല്ലാഹു അൻഹുവിൻ്റെ കാലശേഷം നടക്കുന്ന സംഭവത്തിനെ പറ്റി ഈ ഭൂമിയിലെല്ലാം എഴുതപ്പെട്ടിട്ടുണ്ടാവും. ഇപ്പം നിങ്ങളെല്ലാവരും ഇവിടെ വന്നു കൂടുന്നു, ഇവിടെ ഈ ഭൂമിയും എഴുതിയിട്ടുണ്ടാവും. എനിക്കോ നോക്കിയാൽ തീരുമോ ആ എഴുത്ത് നമുക്ക് വായിക്കാൻ കഴിയൂല. വായിക്കാൻ കഴിയാത്തവ പിന്നെ മേപ്പോട്ട് നോക്കേണ്ടി വരും. ഇത് വായിക്കാൻ കഴിയുന്ന ആളുകളുണ്ട്, അവർക്ക് പറയാൻ കഴിയും. ഒരു എൻജിനീയർ ഒരു ബിൽഡിങ്ങിനെ പറ്റി പറഞ്ഞില്ലേ, ഇത് ഇത്ര കൊല്ലത്തെ ഗ്യാരണ്ടി ഉള്ളൂ, അത് കഴിഞ്ഞാൽ ആ ബിൽഡിങ് വീണു പോകുന്ന, എന്നാൽ ഇത്ര കൊല്ലം ഇന്ന ദിവസം വീഴുന്ന അവർക്ക് പറയാൻ കഴിയൂല. നേരെ മറിച്ച് അള്ളാഹുവിൻ്റെ ഔലിയാക്കന്മാർക്ക് ആ ബിൽഡിങ്ങിനെ പറ്റി കണ്ടാൽ ഓരോ സാധനത്തിനെ സംബന്ധിച്ചുള്ള വിവരങ്ങൾ നമ്മൾ എഴുതുന്നത് പോലെ തന്നെ അള്ളാഹും രേഖപ്പെടുത്തൂടെ. കണ്ടില്ലേ, ഇപ്പോൾ ഒരു കപ്പലാണെങ്കിൽ ആ കപ്പലിനെ പറ്റിയുള്ള വിവരം ഉണ്ടാവും. ഒരു കാറാണെങ്കിൽ കാറിനെ പറ്റിയുള്ള അതിൻ്റെ എഞ്ചിനെ നോക്കിയിട്ടില്ലേ, അതിനെ പറ്റിയുള്ള വിവരം ഉണ്ടാവും. അത് പഴയ കാലത്തുള്ള ഒരു സംഭവം തന്നെയാണ്. അദൂരിയത്തുന്നൗമിൻ സഫായിനി ബിനിയാബിനിൻ, മുമ്പ് ജാഹിലിയത്തിൽ ജീവിച്ച ഒരു കവി പറഞ്ഞു. അവൾ കയറിയ ആ കപ്പൽ അദൂരിയത്ത് ആവുന്ന ആ കപ്പൽ കമ്പനി നിർമ്മിച്ചതാണോ, ഔ മിൻ സഫായിനി ബിനിയാം, അതല്ല ഇബിനിയാമിൻ്റെ കപ്പലിൽ പെട്ടതാണോ? അപ്പോൾ അത് പഴയ കാലം മുതലുള്ള തന്നെയാണ്. നിർമ്മിച്ചവർ അതിനെ പറ്റിയൊരു വിവരം വരും, അതിൻ്റെ ഗ്യാരണ്ടിനെ പറ്റിയൊക്കെ. ഇപ്പോൾ ഒരു കാറിന് എത്ര അതിന് വഹിക്കാനുള്ള ഇതുണ്ട്, ഒരു ലോറിക്ക് എത്ര എന്നതുപോലെ ഇലാഹിയായ ഒരു എഴുത്തുണ്ടാവും. ഇത് എത്ര കൊല്ലത്തെ ഗ്യാരണ്ടി നീണ്ടു നിൽക്കുന്നു അവരെഴുതും. പക്ഷേ ഇലാഹിയായ ഒരു എഴുത്തുണ്ടാവും. അവർ കൊല്ലക്കണക്കല്ലേക്കാരം, ത്രാം കൊല്ലത്തിൽ ഇന്ന ദിവസം ഈ കാറിന് ഇന്നത് സംഭവിക്കും, അല്ലെങ്കിൽ ഇവനിക്ക് ഇന്നത് സംഭവിക്കും. അപ്പം നമ്മളൊക്കെ ശരീരത്തിൽ നമ്മളെ പറ്റിയുള്ളൊരു എഴുത്തുണ്ട്. നമ്മളെപ്പോൾ മരിക്കുമെന്ന് വരെ നമ്മുടെ ശരീരത്തിലുണ്ട്. മനസ്സിലായോ? അത് അള്ളാഹുവിൻ്റെ ഔലിയ അമ്പിയാക്കന്മാർക്കൊക്കെ അത് നോക്കിക്കാണാൻ പറ്റുന്നതായ നിരക്കുള്ള ഒരു വസായിത്ത്, അതിൻ്റെ ചില മാധ്യമങ്ങൾ അവരുടെ കൈവശമുണ്ട്. അപ്പോൾ നമ്മളും പറയുന്നത് അങ്ങനെ തന്നെ. മാധ്യമങ്ങൾ മുഖേന അവർക്ക് മനസ്സിലാക്കി കഴിയും. നമ്മൾ മാധ്യമങ്ങൾ മുഖേന, രണ്ട് മാധ്യമങ്ങളും വ്യത്യാസമുണ്ട്. ഒന്ന് ഇലാഹിയായ മാധ്യമമാണ്, ഒന്ന് ഭൗതികമായ മാധ്യമമാണ്. അത് ശരിയാവാം തെറ്റുമാവാം. മറ്റത് ഇലാഹിയായ മാധ്യമം അത് പേക്കൂല എന്നുള്ള അർത്ഥം. ഈ നിലയ്ക്ക് പല അത്ഭുതങ്ങളും അത് കാണിച്ചു കൊടുക്കുകയും ഒക്കെ ചെയ്ത വലിയ മഹാനാണ് ബഹുമാനപ്പെട്ട ശൈഖ് തങ്ങൾ. അതുകൊണ്ട് അവരോട് ഇഷ്ടപ്പെട്ട ആളുകൾ അവരെ എല്ലാവരും എന്താ കൈക്കാഞ്ഞെന്ന് വെച്ചാൽ ബഹുമാനപ്പെട്ടവരോട് ബന്ധപ്പെട്ടവർ ബഹുമാനപ്പെട്ടവരാണ്ട് കഴിക്കും, അത്രേ ഉള്ളൂ. അങ്ങനെയുള്ള അതിൻ്റെ സ്വഭാവം എന്ന് പറയുന്നത്. ഇപ്പോൾ യന്തുബിൽ വിമം കൊത്തില പിന്നെ ആബാ ഇഹിൻ നബി ബദർ എന്ന് പറഞ്ഞു. ബദറിൽ കൊല ചെയ്യപ്പെട്ട അവരെ പിതാക്കന്മാരെ പറ്റിയായിരുന്നു അന്ന് ആ ഭീമന്മാർ ബദരീങ്ങളെ എന്ന് വിളിച്ച് കരഞ്ഞിട്ടുണ്ട്. അവരെ പ്രത്യേകമാവുന്ന മുനാസബാത്തുകളിൽ അത് അവരോട് ബന്ധപ്പെട്ടവർ എന്നതുപോലെ ഓരോരുത്തരും. ഇപ്പോൾ നമ്മളെ വാപ്പാൻ്റെ ആണ്ട് കഴിക്കും, നമ്മളെ വാപ്പ മറ്റുള്ളവർക്കും ഇഷ്ടപ്പെട്ട ആളാണെങ്കിൽ അവരും കഴിക്കും. ഇപ്പോൾ റസൂലുള്ളാഹിൻ്റെ ആ ജന്മദിനം ലോകമൊട്ടാകെ അത് ആഘോഷിക്കപ്പെടുക. എന്താ കാരണം? അത് അങ്ങനെ നബി സല്ലല്ലാഹു അലൈഹി അതുപോലെ ശൈഖ് തങ്ങളോട് ബന്ധമുള്ള ആളുകളൊക്കെ അവർ തെരീഖത്തായിട്ട് ബന്ധപ്പെട്ടു, അല്ലെങ്കിൽ വേറെ നിലക്ക് ബന്ധപ്പെട്ടവർ അവരോട് ബന്ധപ്പെട്ട ഇതുപോലുള്ള ആണ്ട് നേർച്ചകളൊക്കെ അത് സമുചിതമായി നടത്തപ്പെടും. അത് നടത്തപ്പെടുക എന്ന് പറഞ്ഞാൽ ദീനിൻ്റെ ഷിയാറുകൾപ്പെട്ട ഒരു ഷിയാറിനെ ബഹുമാനിക്കലാണ്. ഇതുകൊണ്ട് പല നേട്ടങ്ങളും ഗുണങ്ങളൊക്കെ ഉണ്ടാവും. ആ ഗുണങ്ങളും നേട്ടങ്ങളൊക്കെ ഉണ്ടായി അത് അനുഭവിച്ചതുകൊണ്ടാണ് ആടായിട്ടും കോഴിയായിട്ടും പൈസയായിട്ടുമൊക്കെ ദീക്ക് കൊടുക്കുന്നത്. അതോടുകൂടെ ദീനിക്ക് വേണ്ട മറ്റുള്ള സേവനങ്ങൾ ഇവിടെ നല്ല ദർസ് കിടക്കുന്നുണ്ട്, ദർശനിക്കുള്ളതായ ഒരു വരുമാനം ഉണ്ടാവണം, അതൊക്കെ ദീനാണ് നൽകപ്പെട്ടത്. അപ്പോൾ അതുകൊണ്ടിട്ട് നിങ്ങളെല്ലാവരും ചെയ്യേണ്ടത് ഇതുപോലുള്ളതായ ഈ നമ്മുടെ ആണ്ട് നേർച്ചകളിലൊക്കെ പറഞ്ഞാൽ അതിൻ്റെ ലക്ഷ്യങ്ങളൊക്കെ പറയാൻ നമുക്ക് അറിയാത്തതുകൊണ്ടല്ല ഞാനിപ്പോൾ അതിലേക്കൊന്ന് ഉറൂസ് എന്ന് പറഞ്ഞാൽ എന്താണ്, അതൊന്നും ഞാൻ പല സ്ഥലത്തും പറഞ്ഞതാണ്. എന്താണ് ഉറൂസ് നടത്തപ്പെടുന്നത്?
ഇതിൻ്റെയൊക്കെ രേഖകൾ പല സ്ഥലത്തും ഞാൻ പറയാറുണ്ട്. ഇപ്പോൾ ഏതായാലും മഹാനായ ശൈഖ് തങ്ങളുള്ള ആ മഹബത്ത്, ബഹുമാനം, ആദരവൊക്കെ നമ്മൾ എന്തിനു വേണ്ടി നിലനിർത്തുന്നതെന്ന് ചോദിച്ചാൽ അവരൊക്കെ നമ്മളെ കൈ പിടിച്ച് സുഖത്തിലേക്ക് പോയി കടത്തേണ്ടവരാണ്. അതിന് വിശ്വസിക്കുന്നവരാണ് നമ്മൾ. അവരോടുള്ള ബന്ധപ്പെട്ട ഈ മദ്ഹുകൾ ഇവിടെ പറയുമ്പോൾ ഇത് കേൾക്കാൻ വേണ്ടി ഒരുപാട് ആളുകൾ ഇവിടെ ഉണ്ടാവും. കണ്ണ് നമ്മളെന്തും ശുദ്ധീകരിച്ചെടുത്താൽ നമുക്കും കാണാൻ കഴിയും ആ കൂടിയ ആളുകളൊക്കെ. അങ്ങനെയല്ലേ? ഇന്നല്ലദീന ഖാലു റബ്ബുനല്ലാഹ് സുമ്മസ്തഖാമു തതനസ്സലു അലൈഹിം മലായിക. ഈ ആയത്തിനെ വ്യാഖ്യാനിച്ചുകൊണ്ട് മഹാന്മാരാകുന്ന മുഫസ്സിരികൾ പറഞ്ഞത് ഒരു മനുഷ്യൻ അവൻ്റെ ഹൃദയത്തിനെ വിശുദ്ധമാക്കുക, സർവസ്വവും അള്ളാഹുവിലേക്ക് അർപ്പിക്കുക, ഭൗതികമാവുന്നതായ സർവ്വചിന്തകളിൽ നിന്നും അകന്നു നിൽക്കുക. ഭൗതികമായ ആവശ്യങ്ങൾ നമ്മൾ നിർവഹിക്കേണ്ടെന്നല്ല പറഞ്ഞത്. നമ്മൾ ആ തുറുക്കത്തുഞ്ഞാമ്യം കൽപ്പിക്കുന്ന ഫി ജൈബിക്ക്. അതാണ് മഹാനാവുന്ന ശൈഖ് ജീലാനി തങ്ങളൊക്കെ പറഞ്ഞത്. ഹൃദയത്തിൽ നിന്ന് അതിനെ ഒഴിവാക്കുക. ആ നിലക്കൊരു മനുഷ്യൻ നിന്ന് കഴിഞ്ഞാൽ അവന് റഅൽ മലായിക വറഅൽ അംബിയാ വയസ്മഉ കലാമഹും വയുകല്ലിമൂനഹു വയുകല്ലിമുഹു. അവർക്ക് അവനോട് സംസാരിക്കും, അവരിങ്ങോട്ട് സംസാരിക്കും, അവരെ കാണും, അമ്പിയാക്കന്മാരെ കാണും. മുഖദ്ദസായ റസൂല റായിത്ത് മൂസ എന്ന് പറഞ്ഞ റസൂല മൂസ നബിനെ കണ്ടു, ആദം നബി അലൈഹി സ്വലാത്തു വസ്സലാമിനെ കണ്ടു, ഈസ നബി അലൈഹി സ്വലാത്തു വസ്സലാമിനെ കണ്ടു, യൂനുസ് നബിനെ കണ്ടു എന്നൊക്കെ റസൂൽ പറഞ്ഞില്ലേ. ഇത് കണ്ടു തന്നെ വർക്കത്ത് കണ്ടു എന്നല്ലല്ലോ. ശരിക്കും മൂസ നബിനെ കാണില്ലേ റസൂല? വർക്കത്ത് നമ്മളൊക്കെ കാണൂലേ? ഇത് വർക്കത്ത് കണ്ട വർത്താനല്ല പറഞ്ഞത്. റായിത്ത് എന്നിട്ട് ആദം നബി അലൈഹി സ്വലാത്തു വസ്സലാമിൻ്റെ ആ നീളവും മറ്റൊക്കെ റസൂൽ വിവരിച്ചു. ഇബ്രാഹിം നബിനെ കണ്ടതിനെ പറ്റി പറഞ്ഞത് അഷ്ബഹു ഉൽദി ഇബ്രാഹിം എന്ന് പറഞ്ഞു. ഇബ്രാഹിമിൻ്റെ മക്കളിൽ നിന്ന് ഇബ്രാഹിമിനോട് ഏറ്റവും അധികം സാദസ്യമുള്ള ആൾ ഞാനാണ്. എന്നെ കണ്ടാൽ മതി, എന്നാൽ ഇബ്രാഹിം നബിനെ കണ്ടമായിരിക്കാമെന്നാണ് പറഞ്ഞതിൻ്റെ അർത്ഥം. ഈസ നബിനെ കണ്ടു, മൂസ നബിനെ കണ്ടു, ഇവരൊക്കെ പല പ്രാവശ്യം കണ്ടു. കണ്ടില്ല? വറായിത്തുഹു മൂസ യൻഹജുറു ഫിൽ വാദി എന്നാണ്. ഹജ്ജിൻ്റെ സമയത്ത് മൂസ നബി അലൈഹി സ്വലാത്തു വസ്സലാം ഇറങ്ങി വരുന്നത് ഞാൻ കണ്ടു. കാന്നി അൻദുറു ഇലാ മൂസ. ഇപ്പോഴും ഞാൻ നോക്കിക്കൊണ്ടിരിക്കണമായിരിക്കും എനിക്ക് തോന്നുന്നത്. ഇതൊക്കെ സ്വപ്നത്തിൽ കണ്ടതെന്നല്ല ഈ പറഞ്ഞത്. കണ്ടു എന്ന് വെറുതെ പറഞ്ഞതല്ല. നേരെ കണ്ട് അവരുടെ സ്വഭാവത്തിനെ പറ്റി, അവരുടെ രൂപത്തിനെ പറ്റി, അവരുടെ ബോഡിനെ പറ്റി, അവരുടെ നീളത്തിനെ പറ്റിയൊക്കെയാണ് പറയുന്നത് റസൂലുള്ള. അപ്പോൾ അതൊക്കെ കാണാൻ പറ്റും, നമുക്കും കാണാൻ പറ്റും. കാരണം നമ്മൾ ആ ഒരു അവസ്ഥയിലാവണം. അതിന് കുറേ പണിയുണ്ട്. ഞാൻ പറഞ്ഞില്ല, ഈ കണ്ണുകൊണ്ട് കറാത്ത് പോലും കാണാൻ പാടില്ല. കാണൽ ഖിലാഫുല്ലൗലയാണ്, അതും കാണാൻ പാടില്ല. ഹറാമായതും കാണാൻ പാടില്ല. അന്നേക്ക് ഈ കണ്ണിനെ നമ്മൾ വിശുദ്ധമാക്കിയെടുത്താൽ നമ്മളെ കണ്ണുകൊണ്ട് കണ്ണ് മാത്രം നന്നായ പോലെ കണ്ണും കയ്യും കാലൊക്കെ നന്നാവണം. അതൊക്കെ നന്നാവുമ്പോൾ ഈ പറഞ്ഞതൊക്കെ മൊയ്തീൻ ശൈഖ് പറഞ്ഞതുപോലെ ഈ സംഭവങ്ങളൊക്കെ നമുക്കും പറയാൻ കഴിയും. മനസ്സിലായില്ലേ? അപ്പോൾ അതാണ് ബഹുമാനപ്പെട്ടവർ വെറുതെ പറഞ്ഞതല്ല. ഇതൊക്കെ അവരെ ആ ഇസ്തിഖാമത്തിൽ നിന്ന് ഉത്ഭൂതമാവുന്ന ആ ഈമാനിൽ നിന്ന് ഉത്ഭവിക്കുന്നതായ ചില ആധാറുകളാണിത്. അതുകൊണ്ട് ബഹുമാനപ്പെട്ടവരോടുള്ളതായ ആ ബഹുമാനോ ആദരവൊക്കെ കാത്തു സൂക്ഷിക്കണം. ഒരു മോമിനിക്ക് അതേ കഴിയുള്ളൂ. യഥാർത്ഥ ഒരു മോമിനാണോ അവനിക്ക് കഴിയുന്നത് മഹാന്മാരോടുള്ളതായ ആ ആദരവ് ബഹുമാനങ്ങളൊക്കെ കാത്തു സൂക്ഷിക്കും. അത് കാത്തു സൂക്ഷിച്ചാൽ മനസ്സിലാവാം അവൻ്റെ ഈമാന് കുഴപ്പമില്ലാത്തുള്ളത്. അങ്ങനല്ലേ? അഹബ്ബുൽ അൻസാർ ബിൽ ഈമാൻ. ഈമാനിൽ നിന്നുണ്ടായി തീരണമെന്ന അൻസാറുകളുള്ള മഹബത്ത്. അന്നിൽക്ക് ഈമാനിനെ വളർത്തിയെടുക്കുമ്പോൾ ഈമാനിൽ നിന്ന് അത് ഉത്ഭൂതമാവണം. ആ നിലക്ക് മഹാന്മാരോടുള്ള മഹബത്തൊക്കെ ഈമാനിൽ നിന്നുണ്ടായിത്തീരണം. ആ നിലക്ക് ഈമാനിനെ വർദ്ധിപ്പിക്കാൻ വേണ്ടി ആദ്യം ശ്രമിക്കാം. അപ്പോൾ അവരോടുള്ള മഹബത്തും ഉണ്ടായിത്തീരും. അവരോടുള്ള മഹബത്ത് ഇല്ലാന്നുണ്ടെങ്കിൽ, അവരോടുള്ള ആദരവില്ലെങ്കിൽ ഈമാനിക്ക് എന്തോ ഒരു കുഴപ്പമുണ്ട് എന്നതിൻ്റെ അർത്ഥം. അപ്പോൾ അതുകൊണ്ട് മഹാന്മാരാവുന്ന അള്ളാഹുവിൻ്റെ അമ്പിയാ ഔലിയാ അവരോടൊക്കെയുള്ള മഹബത്തും അവരോട് ബന്ധപ്പെട്ട പ്രധാനപ്പെട്ട ദിവസങ്ങളും സമയങ്ങളും അതൊക്കെ ആ റസൂലുള്ളാഹിനോട് ബന്ധപ്പെട്ട ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സംഗതിയാണ് മിഅ്റാജിൻ്റെ രാത്രി. അതുകൊണ്ടാണ് നമ്മൾ പിറ്റേന്ന് നോമ്പോൽക്കണത്. അതിനെ ഈ ഭാഗത്ത് കൊണ്ട് ധന്യമാക്കുകയാണ്. പിന്നെ നോമ്പോൽക്കാൻ ഹദീസ് വൈഫാണോ അല്ലേ എന്ന് പറഞ്ഞ് നടക്കേണ്ട ആവശ്യമില്ല. അതുകൊണ്ടല്ല ഞങ്ങൾ നോക്കേണ്ടത് നോമ്പോൽക്കുന്നത്. ഹദീസ് ഉണ്ടോളം ചെയ്ത് നോക്കിയിട്ടല്ല. ഞങ്ങൾ വമൻ യുഅദ്ദിം ശആയിറല്ലാഹ് ഫഇന്നഹാ മിൻ തഖ്വൽ ഖുലൂബ് എന്ന ആയത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് നമ്മൾ റജബ് 27 നോമ്പോൽക്കുന്നത്. കാരണം എന്തുകൊണ്ട്? അത് ഷിയാറുകളെ ബഹുമാനിക്കുക. അത് തഖ്വയിൽ നിന്നുണ്ടായിത്തീരേണ്ടതാണ്. ആ ബഹുമാനം എങ്ങനെയാണ്? അന്ന് ഇബാദത്തുകളെ കൊണ്ട് ധന്യമാക്കുക. ആ ഇബാദത്ത് കൊണ്ട് ധന്യമാക്കുക, നോമ്പോൽക്കൽ, ഖുർആൻ ഓതൽ, നിസ്കരിക്കണ്, ഇതൊക്കെ അന്ന് ചെയ്യണം. റസൂലുള്ളാഹിൻ്റെ മദ്ഹ് എന്ന് പറയണം. അതൊക്കെ റസൂലുള്ളാഹിൻ്റെ മദ്ഹ് പറയുക എന്നുള്ളത് വലിയ ഇബാദത്തല്ലേ? അത് ദിക്റാണെന്നല്ലേ റസൂലുള്ളാഹി ഇമാം ബുഖാരി റിവായത്ത് ഹദീസ് കൊണ്ട് മനസ്സിലാവേണ്ടത്. അങ്ങനെയല്ലേ? ഈ ഹദീസും അതിൻ്റെ അർത്ഥവും മനസ്സിലായില്ലെങ്കിൽ പിന്നെ എടുത്ത് നട്ടത്ത് ചെയ്യും.
അപ്പോൾ തോന്നിയ ദിവസമൊക്കെ പറയും ചെയ്യും. അതാരും പറഞ്ഞവർ പറയട്ടെ, നമുക്ക് അത്രയും ഇപ്പോൾ അവരോടൊക്കെ പറയാനുള്ളൂ. അതുകൊണ്ട് നമ്മളെ വിശ്വാസത്തിൽ നമ്മൾ ഉറച്ചു നിൽക്കുക. ഇത് വളരെ വിശുദ്ധമാകുന്ന ഒരു അഖീദയാണ് നമ്മളെ അഖീദ, ഒരു സുന്നത്തി വൽ ജമാഅത്തിൻ്റെ അഖീദ. അതിനുവേണ്ടി നമ്മൾ പ്രവർത്തിക്കുക. നമ്മൾ ആ സുന്നത്ത് ജമാഅത്തിൻ്റെ കർമ്മങ്ങൾ, ആ അഖീദ അനുസരിച്ചുള്ള കർമ്മങ്ങൾ അത് നമ്മൾ ചെയ്യുക. ആചാരങ്ങൾ, ദീനിൽ ചില ആചാരങ്ങളൊക്കെ ഉണ്ട്, ആചാരമില്ലാതൊന്നും പറയാൻ പറ്റില്ല. ഞാനിപ്പോൾ അതിലേക്കൊന്നും കടക്കല്ല. അങ്ങനെ സുന്നത്ത് ജമാഅത്ത് ഇവിടെ നടപ്പിൽ വരുത്തി അവർ ചെയ്തുകൊണ്ടിരിക്കുന്നതൊക്കെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഇപ്പോൾ കണ്ടില്ല, ആടർക്കണ വർത്തമാനം പറഞ്ഞല്ലോ. റസൂലുള്ളാഹിക്ക് ആ പതിവുണ്ടായിരുന്നു. എന്താ കാരണം? ഒരു ആണ്ട് കഴിക്കുമ്പോൾ അവരോട് ബന്ധപ്പെട്ട ആളുകൾ വരുമ്പോൾ അവർക്ക് ഭക്ഷണം കൊടുക്കണമെന്നാ, അതാണ് റസൂൽ പഠിപ്പിച്ചത്. അപ്പം അങ്ങനെ ഇതൊക്കെ സുന്നത്ത് ജമാഅത്തിൻ്റെ ആചാരങ്ങളും അനുഷ്ഠാനങ്ങളൊക്കെ വളരെ വ്യക്തമാണ്. ഇതിൻ്റെ ലക്ഷ്യങ്ങൾ വളരെ വ്യക്തമാണ്. അത് മനസ്സിലാക്കാൻ കുറച്ച് വഴിയുണ്ടാവുമെന്ന് മാത്രം. അതുകൊണ്ട് നമ്മളത് മനസ്സിലാക്കാനും ലക്ഷ്യം നോക്കാനും പോകണ്ട. അത് മനസ്സിലാക്കിയ ആളുകൾ അതനുസരിച്ച് നമ്മൾ ജീവിക്കുക. അള്ളാഹു സുബ്ഹാനഹു വ തആല തൗഫീഖ് ചെയ്യട്ടെ. അള്ളാഹു അഹ്ലു സുന്നത്തി വൽ ജമാഅത്തിൻ്റെ വിശുദ്ധമായ അഖീദൻ്റെ മേൽ നമ്മളെ അഖീദനെ അള്ളാഹു അടിയുറപ്പിച്ച് എത്തി തരട്ടെ.